രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി നിഷ്ഠയോടെ നാമജപം നടത്തുക എന്നതാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് അവർ എങ്കിലും നിത്യേന ഇത് ചെയ്യുക. ഏറ്റവും നല്ലത് ത്രിസന്ധ്യയ്ക്ക് ദേവീ കവചം, ഹനുമാൻ ചാലിസ, കാലഭൈരവാഷ്ടകം പോലുള്ള നാമജപങ്ങൾ ജപിക്കാൻ ശ്രദ്ധിക്കുക. ഇത് എന്തുകൊണ്ടെന്നാൽ ദേവീ കവചം നിത്യേന ജപിക്കുന്നത് വഴി ദേവിയുടെ ഒരു സംരക്ഷണ വലയം നിങ്ങൾക്ക് ചുറ്റുമുണ്ടാകും. ഇനി ക്രിസ്ത്യൻസ് ആണെങ്കിൽ മാതാവിനെ പ്രാർത്ഥിക്കുക. പിന്നെ ഹനുമാൻ ചാലിസ ബ്ലാക്ക് മാജിക് എഫക്ട്സ്, അതുപോലെ സ്ട്രെസ്, ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള അവസ്ഥയിൽ നിന്നും നിങ്ങളെ പുറത്തു കടക്കാൻ സഹായിക്കുന്നതാണ്. അതുകൂടാതെ കാലഭൈരവാഷ്ടകവും. ഇത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം, അതായത് ഗ്രഹദോഷം, നവഗ്രഹ ദോഷങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങിക്കിട്ടുവാനായിട്ടാണ് കാലഭൈരവാഷ്ടകം ജപിക്കേണ്ടത്. ഇത് മൂന്നും ത്രിസന്ധിക്ക് നിങ്ങൾ ജപിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒട്ടുമിക്ക പ്രയാസങ്ങളും ഒരു വർഷം ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് ചെയ്യുന്നത് വഴി പതുക്കെ മാറുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് ലൈഫിൻ്റെ ഏത് ഏരിയയിലാണെന്ന് നോക്കുക. ഒരു 80% ആളുകൾക്കും സാമ്പത്തികമായിരിക്കാം. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴഗ്രഹമോ ശുക്രഗ്രഹമോ പാപദൃഷ്ടിയോടോ പാപഗ്രഹങ്ങളോടോ യോഗം ചെയ്ത് നിൽക്കുന്നുണ്ടാകും. അതുമല്ലെങ്കിൽ 2-ലും 11-ലുമായി പാപഗ്രഹങ്ങളുടെ സാന്നിധ്യവും. അതുമല്ലെങ്കിൽ ചന്ദ്രന് ബലമില്ല